ചരിത്രത്തിന്റെ പ്രൗഢിയും ആധുനികതയുടെ പൊലിമയും ഒരുപോലെ തുടിക്കുന്ന മനോഹര രാജ്യം. വലിപ്പത്തിൽ ഇത്തിരി കുഞ്ഞൻ, എന്നാൽ സമ്പത്തിന്റെ കാര്യത്തിലോ വമ്പൻ. ഒട്ടേറെ വൈവിധ്യങ്ങളും ആശ്ചര്യ കാഴ്ചകളും നിറഞ്ഞ സുന്ദര പ്രദേശം. സഞ്ചാരികളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അതെ, ലക്സംബർഗ് ഒരു ഹൃദ്യമായ അനുഭവമാണ്. എത്ര കണ്ടാലും മതിവരാത്ത ലോകത്തെ അതിസമ്പന്നമായ രാജ്യം. പടിഞ്ഞാറൻ യൂറോപ്പിൽ കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കൊച്ചു രാജ്യം. ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു ലക്സംബർഗ്. വെറും 2586 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് വിസ്തൃതി. ജനസംഖ്യയാകട്ടെ 5 ലക്ഷത്തിൽ താഴെ. ഇങ്ങനെയാണെങ്കിലും പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ ലോകത്തിൽ ഒന്നാമതാണ് ലക്സംബർഗ്. ജീവിത നിലവാര റാങ്കിങ്ങിലും ഈ കൊച്ചു രാജ്യത്തിന് തന്നെയാണ് ഒന്നാം സ്ഥാനം. IMF റിപ്പോർട്ട് ഉൾപ്പെടെ വിലയിരുത്തിയാൽ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ലക്സംബർഗിനെ. ഭരണഘടനാപരമായ രാജവാഴ്ച നിലനിൽക്കുന്ന രാഷ്ട്രമാണ് ലക്സംബർഗ്. രാജാവ് രാഷ്ട്രത്തലവനായി തുടരുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന പ്രധാനമന്ത്രി ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കും. ഫ്രാൻസ്, ജർമ്മനി എന്നീ രാഷ്ട്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാകയാൽ ഫ്രഞ്ച്, ജർമ്മൻ സംസ്കാരങ്ങളുടെ സ്വാധീനം ലക്സംബർഗ് ജനതയ്ക്കിടയിൽ പ്രകടമാണ്. ജർമ്മൻ ഭാഷയുമായി സാമ്യമുള്ള ലക്സംബർഗിഷാണ് പ്രധാന ഭാഷ. ഇതിനൊപ്പം ഫ്രഞ്ച്, ജർമ്മൻ ഭാഷകളും രാജ്യത്ത് ഉപയോഗിക്കുന്നു. കോട്ടകളും കൊട്ടാരക്കെട്ടുകൾ കൊണ്ടും സമ്പന്നമായ ലക്സംബർഗ് സിറ്റിയാണ് തലസ്ഥാനം. യൂറോപ്യൻ സംസ്കാരത്തിന്റെ ചരിത്ര ശേഷിപ്പുകൾ വിളിച്ചോതുന്ന നഗരത്തെ 1994 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച അനേകം കൊട്ടാരങ്ങളുടെയും മ്യൂസിയങ്ങളുടെയും സാന്നിധ്യം ലക്സംബർഗിനെ വേറിട്ട് നിർത്തുന്നു. ലക്സംബർഗിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഗ്രാൻഡ് ഡ്യൂക്ക് പാലസ്. രാഷ്ട്രത്തലവനായ ഹെൻറിയുടെ ഔദ്യോഗിക വസതി കൂടിയാണ് കമനീയമായ ഈ കൊട്ടാരം. ലോക പ്രശസ്തമായ നോട്ട്ർഡാം കത്തീഡ്രലാണ് മറ്റൊരു ശ്രദ്ധേയ കാഴ്ച. 16-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഈ മനോഹര ദേവാലയം ഗോഥിക് വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ്. ചരിത്രം ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഇടമാണ് ലക്സംബർഗിലെ നാഷണൽ ഹിസ്റ്ററി ഓഫ് മ്യൂസിയം ആൻഡ് ആർട്ട്. ട്രെക്കിംഗ് ഉൾപ്പെടെ അല്പം സാഹസികതയിൽ താല്പര്യമുള്ളവരെ നിരാശപ്പെടുത്താനും ലക്സംബർഗ് ഒരുക്കമല്ല. മണൽക്കല്ലുകൾക്ക് പേരുകേട്ട ബെർഡോർഫ് പ്രദേശം ക്യാമ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ്. പ്രകൃതിയെ തൊട്ടറിഞ്ഞ് സമയം ചിലവിടാൻ പറ്റുന്ന ഉല്ലാസ കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കാനായി വമ്പൻ പദ്ധതികളാണ് സമീപകാലത്ത് ലക്സംബർഗ് നടപ്പാക്കിയത്. രാജ്യത്തെ പൊതുഗതാഗതം പൂർണ്ണമായും സൗജന്യമാണ്. പൗരന്മാർക്ക് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കും സൗജന്യമായി ബസ്, ട്രാം, ട്രെയിൻ തുടങ്ങിയവയിൽ യാത്ര ചെയ്യാം. പൊതുഗതാഗതം പൂർണ്ണമായും സൗജന്യമാക്കിയ ആദ്യ രാജ്യമാണ് ലക്സംബർഗ്. ശക്തമായ വ്യവസായ മേഖലയും ബാങ്കിംഗ് രംഗവുമാണ് ലക്സംബർഗ് സമ്പദ് വ്യവസ്ഥയുടെ നെടും തൂണുകൾ. ഇതിനൊപ്പം വിനോദസഞ്ചാര മേഖലയുടെ ആധുനികവൽക്കരണവും രാജ്യത്തെ കൂടുതൽ സമൃദ്ധിയിലേക്ക് നയിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്വർഗ സമാനമായ അനുഭവങ്ങളുടെ പറുദീസയാണ് ലക്സംബർഗ് എന്ന കുഞ്ഞു രാജ്യം. പൗരാണികതയുടെ മാസ്മരികത തുളുമ്പുന്ന തെരുവുകൾ, യൂറോപ്യൻ തനിമ അടയാളപ്പെടുത്തുന്ന കാസിലുകൾ, കെട്ടിടങ്ങൾ, ചരിത്രവും പഴമയും നാഗരികതയും ഒത്തുചേരുന്ന ലക്സംബർഗ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സഞ്ചാരികൾ സന്ദർശിക്കേണ്ട ഭൂമിയിലെ ഇടമാണ്.